നടന്നു പോകാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറാൻ നടന്നു മാർഗം ഇതാണ്. പിന്നെ സ്കൂൾ കുട്ടികളെ ഒരു 10 പിള്ളേരൊക്കെ വരുന്ന ഇതിലെ ഇതുവഴി വരുന്നതാണ്. വെള്ളം പോയി കുടിക്കാനുള്ള പണിയാണ്. ഓക്കെ, അപ്പൊ രാവിലെ തൊട്ട് നിൽക്കുവാണോ? പണിയാ ആണോ? നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര പനവേലിയിലാണ്. പനവേലിയിൽ ഈ തോടിന് സമീപത്തൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു പാലം തകർന്നു വീണിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. ഈ പാലം പുനഃസ്ഥാപിക്കുകയാണ് നാട്ടുകാരൊക്കെ ചേർന്ന്. തെങ്ങിൻ തടി ഉപയോഗിച്ചുകൊണ്ട് ഈ പാലം ഇപ്പോൾ പുനഃസ്ഥാപിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വെള്ളം പോയി കുടിക്കാനുള്ള പണിയാണ്. ഓക്കെ, അപ്പൊ രാവിലെ തൊട്ട് നിൽക്കുവാണോ? ആണോ? ഓക്കെ, നിങ്ങളൊക്കെ ചേർന്നാണോ? നിങ്ങളൊക്കെ ചേർന്നായിരുന്നു. ഞങ്ങളിന്റെ അടുത്ത താമസക്കാരാ. ഇതുവഴിയാണ് പോകുന്നത്. സ്കൂൾ കുട്ടികൾ പോകുന്നതാണ്, പ്രായം ചെന്ന ആൾക്കാർ പോകുന്നതാണ്. അങ്ങനെയുള്ളൊരു വഴിയാണ്. അപ്പൊ അത്യാവശ്യം നമ്മൾ ഗവൺമെന്റ് വഴി നമ്മൾ പഞ്ചായത്ത് വഴി നോക്കിയപ്പോഴും കാലതാമസം ഉണ്ടായതുകൊണ്ട് താൽക്കാലികമായിട്ട് തടി ഉപയോഗിച്ചുകൊണ്ട് ഈ പാലത്തിന് താൽക്കാലികമായിട്ട് ഒരു ക്രോസ് നിർമ്മിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള ഒരു ചേട്ടനാണ് കൂടെ ഉള്ളത്. ഇവരൊക്കെ 10-40 വർഷമായി 45 വർഷം കൊണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാലമാണ്. അപ്പൊ അത് ഒരാഴ്ചയായി. കാരണം ഇവിടെ പഞ്ചായത്തിന്റെ ഇതിൽ നമുക്ക് ഒന്നും ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഇലക്ഷൻ്റെ വരുന്നതല്ലേ. അപ്പൊ അതിന്റെ ഫണ്ടൊന്നുമില്ല. അപ്പോഴ് ഞങ്ങളെല്ലാം നാട്ടുകാരെല്ലാം ഇവിടെ ഈ ഒരു പാലം മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകാൻ. നടന്നു പോകാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറാൻ നടന്നു മാർഗം ഇതാണ്. പിന്നെ സ്കൂൾ കുട്ടികളെ ഒരു 10 പിള്ളേരൊക്കെ വരുന്ന ഇതിലെ ഇതുവഴി വരുന്നതാണ്. അപ്പൊ പിന്നെ പ്രായം ചെന്ന ആൾക്കാര് അപ്പൊ താൽക്കാലികമായിട്ടൊന്ന് മെമ്പറായിട്ട് അനുവാദം വാങ്ങിയിട്ട് പഞ്ചായത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നമ്മൾ മെമ്പറാണ് കൊടുത്തതാണ്. പിന്നെ ഇതിപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ നടക്കാൻ വേണ്ടി പിള്ളേർക്കും ട്യൂഷന് പോകുന്ന പിള്ളേരെ, സ്കൂളിൽ പോകുന്ന പിള്ളേര്, പിന്നെ അത്യാവശ്യം പാൽവട സൊസൈറ്റി ഉണ്ട്, അതിലെ ആൾക്കാർ അവരെല്ലാം അങ്ങനെ പോകുന്ന ആൾക്കാരാണ് മൊത്തം. അപ്പം അവർക്കെല്ലാം നമ്മൾ ചെറിയൊരു ആളെ കഴിയുന്ന പ്രവാസികളെല്ലാം ഉണ്ട്. ബാക്കി അവരെ ആളില്ലാത്തതിൽ നിന്നുള്ള ചെറിയ പിരിവുകളൊക്കെ എടുത്തുകൊണ്ട് ലേബർ മിഷന് വാടക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. അപ്പൊ അതിന്റെ ഒരു ഇതിന് വസ്തുണ്ടോ അതിന് പൈസ കൊടുക്കണ്ട. പിന്നെ ഈ ലേബർ ചാർജും ബാക്കിയുള്ളത് മാത്രം. ഈ നാട്ടുകാരുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെയാണ് ഈ ഒരു സ്ഥലത്ത്. അത്യാവശ്യം ഈ ദേശീയപാതയിലേക്ക് കയറാനുള്ള ഒരു റോഡും കൂടി, ഒരു ചെറിയ റോഡും കൂടി എടുക്കാനും സൊസൈറ്റി ഉണ്ട്, പാൽ സൊസൈറ്റി ഉണ്ട്, ബാങ്ക് ഉണ്ട്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഒരു വഴി എന്ന് വെച്ചാൽ അങ്ങോട്ട് ഒരു 3-4 കിലോമീറ്റർ ഉള്ള ആൾക്കാർ മൊത്തം ഇതുവഴിയാണ് പെട്ടെന്ന് പോവുകയും വരിക. വെച്ചാൽ വണ്ടി ആശ്രയിക്കാതെ പെട്ടെന്ന് നമ്മൾ നടന്നു പോകാനുള്ളൊരു മാർഗമായിരുന്നു. അപ്പൊ ഈ പാലം നിർമ്മിക്കാനുള്ള നടപടികൾ ഉടനെ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഈ പാലത്തിന് ഒരു തട എന്നുള്ള രീതിയിൽ, അതായത് പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് തെങ്ങിൻ തടി ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ ഒരു പാലം നിർമ്മിക്കുന്ന വളരെ സന്തോഷകരമായ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബില്ലുവൻ വിസ്മയൻ.